കുപ്രസിദ്ധ ഗുണ്ടാ നേതാവ് ലോറൻസ് ബിഷ്ണോയിയുടെ ഇളയ സഹോദരൻ അൻമോൾ ബിഷ്ണോയ് അമേരിക്കയിൽ പോലീസ് കസ്റ്റഡിയിൽ. കാലിഫോർണിയയിൽ നിന്നാണ് ഇയാൾ പിടിയിലായത്. നിരവധി ഉന്നതരുടെ കൊലക്കേസുമായി ബന്ധപ്പെട്ട് ഇന്ത്യ തേടുന്ന കൊടും കുറ്റവാളിയാണ് ലോറൻസിന്റെ സഹോദരൻ അൻമോൾ. ബോളിവുഡ് താരം സൽമാൻ ഖാന്റെ വസതിക്ക് പുറത്തു നടന്ന വെടിവെപ്പിൽ ഇദ്ദേഹത്തിനെതിരെ കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. സൽമാന്റെ മുംബൈയിലുള്ള വീടിന് പുറത്ത് വെടിവെപ്പ് നടത്തിയതിന്റെ ഉത്തരവാദിത്വം ഇദ്ദേഹം ഏറ്റെടുത്തിരുന്നു. കൂടാതെ ബാബ സിദ്ദിഖ് വധക്കേസിലെ മുഖ്യ സൂത്രധാരൻ ഇദ്ദേഹമാണെന്നും പോലീസ് കണ്ടെത്തിയിരുന്നു. ഇയാളെ കണ്ടെത്തുന്നവർക്ക് 10 ലക്ഷം രൂപ പാരിതോഷികം ദേശീയ അന്വേഷണ ഏജൻസി പ്രഖ്യാപിച്ചിരുന്നു. NIA രജിസ്റ്റർ ചെയ്ത 2 കേസുകളും മറ്റ് 18 ക്രിമിനൽ കേസുകളുമാണ് അൻമോൾ ബിഷ്ണോയ്ക്കെതിരെ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ വർഷം അമേരിക്കയിലേക്ക് മുങ്ങിയ അൻമോൾ ബിഷ്ണോയ് അനവധി ക്രിമിനൽ കേസുകൾക്ക് പ്രതിയായതിനാൽ പ്രതിയെ കൈമാറാൻ അമേരിക്കയോട് ഇന്ത്യൻ പ്രതിനിധികൾ അഭ്യർത്ഥിച്ചേക്കും. സിദ്ധു മൂസേവാലയുടെ കൊലയ്ക്ക് പിന്നാലെയാണ് ഗുണ്ടാ നേതാവായ അൻമോൾ ഇന്ത്യ വിട്ടത്. ഹരിയാനയിലെ റോഹ്തകിൽ നിന്ന് ഭാനുപ്രതാപ് എന്ന പേരിലുള്ള വ്യാജ പാസ്പോർട്ട് ഉപയോഗിച്ചാണ് അൻമോൾ രക്ഷപ്പെട്ടതെന്നാണ് റിപ്പോർട്ട്. ലോറൻസ് ബിഷ്ണോയ് അറസ്റ്റിലായ സാഹചര്യത്തിൽ ഇവരുടെ അധോലോക സംഘത്തിന്റെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്നത് അൻമോൾ ബിഷ്ണോയ് ആണെന്നാണ് വിവരം പുറത്തുവന്നത്. ബാബ സിദ്ദിഖിയുടെ കൊലപാതകം അടക്കം ഈ സമയങ്ങളിൽ നടന്ന ആക്രമണ സംഭവങ്ങളുടെ എല്ലാം സൂത്രധാരൻ അൻമോൾ ആണെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ഈ കേസുകളുമായി ബന്ധപ്പെട്ട് വിചാരണയ്ക്കായാണ് US-ൽ നിന്നും അൻമോളിനെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനുള്ള നടപടികൾ പുരോഗമിപ്പിച്ചിരുന്നത്. മഹാരാഷ്ട്ര കൺട്രോൾ ഓഫ് ഓർഗനൈസ്ഡ് ക്രൈം ആക്ട് പ്രകാരമുള്ള കേസുകൾ കൈകാര്യം ചെയ്യുന്ന പ്രത്യേക കോടതിയാണ് അൻമോളിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിരുന്നത്. ഇതുകൂടാതെ റെഡ് കോർണർ നോട്ടീസും പുറപ്പെടുവിച്ചിരുന്നു. അൻമോൾ കാനഡയിലാണ് എന്നായിരുന്നു നേരത്തെ ക്രൈംബ്രാഞ്ചിന് ലഭിച്ചിരുന്ന വിവരം. എന്നാൽ ഇയാൾ US-ൽ ഉണ്ടെന്ന് ഏറ്റവും പുതിയ വിവരം ലഭിച്ചതോടെയാണ് പോലീസ് ഇയാളെ തിരികെ കൊണ്ടുവരാനുള്ള നടപടികൾ ആരംഭിച്ചിരുന്നത്. ഇന്ത്യയുടെ ഭീകരവാദ പ്രതിരോധ ഏജൻസിയും കേന്ദ്ര അന്വേഷണ ഏജൻസിയും കഴിഞ്ഞ മാസം അൻമോളിനെ മോസ്റ്റ് വാണ്ടഡ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരുന്നു. ആക്രമണങ്ങൾക്കായി പാകിസ്ഥാനിൽ നിന്നും അനധികൃതമായി ആയുധങ്ങൾ കടത്തുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നതും അൻമോൾ ആണെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. മാഫിയകളിൽ നിന്നും പ്രശസ്തരിൽ നിന്നും പണം തട്ടിയെടുത്ത് ബിഷ്ണോയ് സംഘത്തിനെതിരെ ആരോപണങ്ങളുണ്ട്. രാഷ്ട്രീയ കൊലപാതകങ്ങളും അല്ലാത്ത കൊലപാതകങ്ങളും നടത്താൻ സംഘം കരാർ സ്വീകരിക്കാറുണ്ട്. ഏതാനും വർഷങ്ങൾക്കുള്ളിൽ സംഘത്തിന്റെ കാൽപ്പാടുകൾ പഞ്ചാബിന് പുറത്തേക്കും വ്യാപിപ്പിച്ചു. ഇന്ന് പഞ്ചാബ്, ഉത്തർപ്രദേശ്, ഹരിയാന, മഹാരാഷ്ട്ര, ദില്ലി, രാജസ്ഥാൻ, ജാർഖണ്ഡ് എന്നിവയുൾപ്പെടെ ഉത്തരേന്ത്യയിലുടനീളം വ്യാപിച്ചു കിടക്കുന്ന വലിയ ശൃംഖലയാണ് ലോറൻസ് ബിഷ്ണോയ് സംഘത്തിൻ്റെത്. 2020-21 കാലയളവിൽ കൊള്ളക്കാർ നടത്തിയ സംഘം കോടിക്കണക്കിന് രൂപ സ്വന്തമാക്കിയിട്ടുണ്ട്. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.